ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഷൊർണൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന ഈ മൂന്നാം പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഷൊർണൂർ കൊച്ചി പാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് റെയിൽവേ അധികൃതർ ലക്ഷ്യമിടുന്നത്. ഷൊർണൂർ കൊച്ചി റെയിൽവേ പാതയിലെ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. പാല നിർമ്മാണം പൂർത്തിയായാൽ മൂന്നാം പാളവും നിർമ്മാണം ആരംഭിക്കും. നിലവിൽ ഷൊർണൂർ കൊച്ചി പാതയിൽ 100% ട്രാഫിക്കാണെന്നാണ് റെയിൽവേയുടെ കണക്ക്. ഇത് പരിഹരിക്കാതെ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാകില്ലെന്നും റെയിൽവേയുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ബംഗളൂരുവിലേക്കും കാസർകോട്ടേക്കും വന്ദേ ഭാരത് വന്നതോടെ ഗതാഗതം വർദ്ധിക്കുകയും ലോക്കൽ തീവണ്ടികളെല്ലാം വൈകാനും തുടങ്ങി. പ്രധാന തീവണ്ടികൾക്കായി ലോക്കൽ വണ്ടികളെ പിടിച്ചിടുന്നതോടെയാണ് വൈകിയോടൽ തുടങ്ങിയത്. ഇതിനു പുറമെ തീവണ്ടികളുടെ സമയക്രമവും ഗതാഗത തിരക്കേറാൻ കാരണമാകുന്നതായി റെയിൽവേ അധികൃതർ പറയുന്നു. പല ദീർഘദൂര വണ്ടികളും മണിക്കൂറുകളോളമാണ് വൈകാറുള്ളത്. ദീർഘസമയം സ്റ്റേഷനുകളിലും മറ്റ് സ്ഥലങ്ങളിലും പിടിച്ചിടുന്നതും യാത്രക്കാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കാറുണ്ട്. മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പാളത്തിലേക്ക് മരങ്ങളും മണ്ണും മറ്റും വീണ് യാത്ര തടസ്സപ്പെടുന്ന സംഭവവും ഷൊർണൂർ കൊച്ചി പാതയിലെ ഗതാഗതത്തെ സാരമായി ബാധിക്കാറുണ്ട്. മൂന്നാം പാളം വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ.